ജനവിധി പുറത്തുവരാൻ ഇനി വെറും 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ പുതിയ സർക്കാരിൽ കോട്ടയത്ത് നിന്ന് ആരൊക്കെ മന്ത്രിയാകുമെന്ന ചർച്ച സജീവമാവുകയാണ്. കോട്ടയത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ഇടതു വലത് മുന്നണികൾ. 7 സീറ്റുകളാണ് UDF പ്രതീക്ഷിക്കുന്നതെങ്കിൽ 6 സീറ്റ് LDFും 1 സീറ്റ് NDAയും സ്വപ്നം കാണുന്നുണ്ട്. നിലവിൽ വിജയിച്ച ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, വൈക്കം സീറ്റുകൾക്ക് പുറമെ പാലാ സീറ്റ് ജോസ് കെ മാണിയിലൂടെ പിടിച്ചെടുക്കുമെന്ന് LDF കണക്കുകൂട്ടുന്നു. LDFിന് ഭരണം കിട്ടുമെന്ന സാഹചര്യം കൂടിയുണ്ടായാൽ അടുത്ത മന്ത്രിസഭയിൽ കോട്ടയത്ത് നിന്ന് VN വാസവനും ജോസ് കെ മാണിയും ഉണ്ടാകും. എക്സിസ് പോൾ കൂട്ടത്തോടെ UDF തരംഗമായതിനാൽ ജില്ലയിലെ UDF ക്യാമ്പ് വളരെ ആവേശത്തിലാണ്. വൈക്കവും കാഞ്ഞിരപ്പള്ളിയും ഒഴികെ മുഴുവൻ സീറ്റുകളിലും വിജയം ഉറപ്പാണെന്നാണ് UDFിന്റെ അവസാന കണക്ക്. UDF തരംഗമാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയും വൈക്കവും വീണേക്കാം. കോട്ടയത്തും പുതുപ്പള്ളിയിലും 30,000 വോട്ടിനുമേൽ ഭൂരിപക്ഷവും UDF പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച വിജയം നേടി UDF അധികാരത്തിൽ വന്നാൽ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉറപ്പായും മന്ത്രിസ്ഥാനത്തുണ്ടാകും. യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയിൽ ചാണ്ടി ഉമ്മനും മന്ത്രിസ്ഥാനത്തേക്ക് വരാൻ സാധ്യതയേറെയാണ്. ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പരിഗണന ഇവിടെ പ്രതിഫലിക്കാനും ഇടയുണ്ട്. കോട്ടയത്ത് നിന്ന് മന്ത്രിസ്ഥാനം സ്വപ്നം കാണുന്ന 2 പേർ മോൻസ് ജോസഫും മാണി സി കാപ്പനുമാണ്. നിലവിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് നൽകുക. ജോസഫ് ഗ്രൂപ്പ് രണ്ടാമതൊരു മന്ത്രിസ്ഥാനത്തിനായി ആഞ്ഞു പിടിക്കുന്നുണ്ട്. അതേസമയം പാലായിൽ നിന്നും വിജയിച്ചാൽ മന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് മാണി സി കാപ്പൻ. എക്സിസ് പോളുകളുടെ ഫലത്തെ തള്ളിയും അനുകൂലിച്ചും നേതാക്കൾ രംഗത്ത് വന്നതോടെ വരുന്ന മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും സമ്മാനിക്കുക. ഒരു വശത്ത് ഭൂരിപക്ഷത്തിന്റെ കണക്കുകൾ കൂട്ടുന്നതിനിടെ കഷ്ടിച്ചു ജയിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന നേതാക്കളും പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്.